നമ്മുടെ കോളിഫ്ലവറിനും ക്യാബേജിനും ഒക്കെ അതിൻ്റെ ചുവട്ടിൽ നല്ല ഈർപ്പം വേണം. ഇതെല്ലാം ഡ്രൈഡ് ഫോമിലാണ്. ഇതെല്ലാം വെള്ളം അബ്സർവ് ചെയ്ത് അവിടെ അങ്ങോട്ട് ഒരു നല്ല തണുത്ത ഒരു ഏരിയ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. നമ്മുടെ ഈ മുറ്റത്തെ പുല്ല് വെട്ടുന്നതും കരികിലകളും പിന്നെ കരികില കത്തിക്കുന്ന ചാരങ്ങളും ഇതെല്ലാം എടുത്ത് ചാക്കിലാക്കി സൂക്ഷിച്ചു വയ്ക്കും. എന്തിനാണെന്നറിയാവോ? നമ്മുടെ പച്ചക്കറികൾക്ക് ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ ചാക്കി കെട്ടി കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇത് കമ്പേന്നൊക്കെ ഈസി ആയിട്ട് ഊരിപ്പോരും കേട്ടോ. അങ്ങനെ വെച്ചിരിക്കുന്ന ചാക്കുകെട്ടുകളാണ് ഇതെല്ലാം. ഇത് പല സാധനങ്ങളുണ്ട്. ഇത് നമ്മുടെ മുറ്റത്തെ പുല്ല് വെട്ടിയ പുല്ലുകളാണ്. നമ്മുടെ മുറ്റത്തെ ബഫല്ലോ ഗ്രാസാണിത്. പിന്നെ ഇത് ഫുൾ ചാരമാണ്. ഇതും ചാരം. നമ്മുടെ കരികിലകൾ കത്തിക്കുന്നതും അങ്ങനെയുള്ള കുറച്ച് പോർഷനേ നമ്മൾ കത്തിക്കാറുള്ളൂ. അതെല്ലാം കൂടി എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ നല്ല രീതിയിൽ ഇത് കായ്ച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്കൊരു വളമായിട്ടും പൊതയായിട്ടും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് ഇതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഉപയോഗിക്കുക. ആദ്യം ചാരം എടുക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് നമ്മുടെ പുല്ല് വെട്ടിയത്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഇവിടെ നിറയെ ഇരിക്കുകയാണ്. അപ്പം ഇത് നമുക്ക് ഉണങ്ങിയതാണ്. അപ്പോൾ ഇത് പൊതയായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതാണ്. ഇത് നമ്മുടെയൊക്കെ വീടുകളിലുള്ള സാധനം തന്നെ, മുരിങ്ങയില. ഇത് ഞാൻ പറിച്ചിട്ട് 2 ദിവസം ഒന്ന് വെയിലത്ത് വെച്ചു. ഇപ്പോഴത്തെ ചൂടല്ലേ, നല്ല രീതിയിൽ അങ്ങോട്ട് ഉണങ്ങി. ഇപ്പം നേരം വെളുത്ത് പിറ്റേ ദിവസമായി, 3-ാം ദിവസം. അതുകൊണ്ടാണ് ഒരു ക്രിസ്പിനെസ് കുറവ്. ഇന്നലെ ഞാൻ ഉച്ച കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ വെയിലത്ത് നിന്ന് എടുത്തപ്പം നല്ല പൊടി പോലെ പൊടിയുമായിരുന്നു. അപ്പം ഇത് കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇത് കമ്പേന്നൊക്കെ ഈസി ആയിട്ട് ഊരിപ്പോരും കേട്ടോ. പിന്നെ രാവിലെ ആയതുകൊണ്ട് ആ മഞ്ഞിൻ്റെയൊക്കെ ചെറിയ തണുപ്പുണ്ട്. അല്ലെങ്കിൽ നല്ല പൊടി പോലെയായിട്ട് ഇങ്ങനെ പോരുന്നതാണ്. ഇത് ഉണങ്ങിക്കഴിഞ്ഞാലേ ഇങ്ങനെ ഇല വേഗം ഊരിയെടുക്കാം. എന്നിട്ട് നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ അങ്ങ് പൊടിക്കുക. ഇതാണ് നമ്മുടെ മുരിങ്ങയില ഉണങ്ങി നമ്മൾ ക്രഷ് ചെയ്തെടുത്തത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ 1 by 1 ആയിട്ട് നമ്മുടെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യമേ ഞാനിടുന്ന നമ്മുടെ ഈ മുരിങ്ങയില പൊടിച്ചതാണ്. അടുത്തത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചാരം. ഇത് അധികമില്ല, കുറച്ച് മതി. നമ്മുടെ മുരിങ്ങയിലയുടെയൊക്കെ ഒരു 1/3 മതി. അത് സൈഡിലേക്ക് അങ്ങ് ഇടാം. അടുത്തതേ ചാരത്തിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിട്ട് നമുക്കെടുക്കുന്നത് ചാണകപ്പൊടി. ഇത് ഉണക്ക ചാണകപ്പൊടിയാണ്. സോ അതുകൂടെ എടുക്കാം. സോ ഇപ്പോൾ ഇത്രയും സാധനങ്ങളായി, നല്ല കളർഫുള്ളായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മളെ ആഡ് ചെയ്യുന്നത് ഇതാണ്, നമ്മുടെ പുല്ലുണങ്ങിയത്. ഇതിന് പകരമായിട്ട് കരികില ഉണങ്ങി പൊടിച്ചാലും മതി. എനിക്കിപ്പോൾ ഇത്രയും പുല്ലിവിടെ ഇരുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതെ ഇതിലേക്ക് പോയത്. അപ്പോൾ ഇത് കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. സോ ഇത്രയും സാധനങ്ങളായി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മുടെ പാത്രം ചെറുതാണ്, ഇത് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനിത് ചട്ടി തന്നെ എടുത്തു, നമ്മുടെ ഇരുമ്പ് ചട്ടി. സോ ഇതെല്ലാം കൂടെ അതിലേക്ക് അങ്ങ് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിലാകുമ്പോൾ നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. എല്ലാം കൂടെ നല്ലപോലെ കൂട്ടിക്കലർത്തി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഇങ്ങനൊരു മിക്സ് കിട്ടി. ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്. പൊട്ടാഷ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, നമ്മുടെ ചെടിക്ക് ആവശ്യമുള്ള സകല പോഷകങ്ങളും അടങ്ങിയ ഒരു സാധനമാണ്. പിന്നെ ഈ നമ്മുടെ കരികല അല്ലെങ്കിൽ നമ്മുടെ പുല്ലുണങ്ങിയതുള്ളത് കൊണ്ട് ഇതൊരു പൊതയായിട്ട് ഉപയോഗിക്കാം. ഇതെല്ലാം ഈ ചൂട് സീസണിൽ അവർക്ക് പൊതയായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. നമ്മുടെ കോളിഫ്ലവറിനും ക്യാബേജിനും ഒക്കെ അതിൻ്റെ ചുവട്ടിൽ നല്ല ഈർപ്പം വേണം.
വെള്ളം കെട്ടിക്കിടക്കുമല്ല, തണുത്ത ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. കരികിലയാണെങ്കിലും പിന്നെ പുല്ലുവെട്ടിയതിൻ്റെ ഇലയാണെങ്കിലും ഇതെല്ലാം ഡ്രൈഡ് ഫോമിലാണ്. ഇതെല്ലാം വെള്ളം അബ്സർവ് ചെയ്ത് അവിടെ അങ്ങോട്ട് ഒരു നല്ല തണുത്ത ഒരു ഏരിയ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. എൻ്റെ ഒരുവിധ എല്ലാ ചെടികളും ഞാൻ മണ്ണിൽ തന്നെയാണ് നട്ടിരിക്കുന്നത്. ആകെ ചട്ടി നട്ടെന്ന് പറയാൻ കുറച്ച് കോളിഫ്ലവർ, ക്യാബേജ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നിലത്താണ്. പിന്നെ ആ ചട്ടി തികയാതെ വന്നപ്പോഴാണ് ഈ കോളിഫ്ലവറിനെയും ക്യാബേജിനെയൊക്കെ ഞാൻ നിലത്തോട്ട് ഇറക്കിയത്. അതിനൊരു മെയിൻ റീസൺ ഉണ്ട് നിലത്ത് നടുന്നതിന്. എൻ്റെ ചട്ടികളൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴേ ഈ ഒരു സ്ഥലം മാത്രമേ എനിക്ക് ബാക്കി മിച്ചം കിടന്നുള്ളൂ ഈ ഏരിയയിൽ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ബ്രിഞ്ചോളിൻ്റെ സ്ഥലമാണ്. ഇതിൽ നിറയെ കായ്ച്ചു നിൽക്കുന്ന ബ്രിഞ്ചോളുകളാണ്. പിന്നെ ചീരയുണ്ട്. ഇതൊക്കെ ഇടകൃഷിയായിട്ട് നിർത്തിക്കൊണ്ട് ഞാൻ ഈ കോളിഫ്ലവറിനെല്ലാം ഈ സൈഡിലങ്ങ് നട്ടു. ഇവിടെയുണ്ട്. പിന്നെ ക്യാബേജ് ഇവിടെ. അപ്പം ഈ ഒരു ഏരിയയിൽ മിക്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിൽക്കുന്നത്. ഈ ഒരു ക്യാബേജ് നല്ല രീതിയിൽ പിടിച്ചു വന്നു. സോ ഇനി നമുക്ക് ഇതിന് ഉള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യണം. അതിനായിട്ട് ആദ്യമേ നമുക്ക് ഈ മണ്ണൊന്ന് ഇളക്കി കൊടുക്കാം. തീരെ അടിയിലോട്ടൊന്നും ഇളക്കണ്ട, കാരണം ഇതിൻ്റെയൊക്കെ വളരെ ബലമില്ലാത്ത തണ്ടാണ്. അതുപോലെ തന്നെ തീരെ ബലമില്ലാത്ത വേരുകളുമാണ്. അപ്പം തീരെ അടുത്തോട്ടടുത്ത് നമ്മൾ ഇളക്കി കഴിഞ്ഞാലേ ആ വേരുകൾ പൊട്ടാനും തണ്ട് പൊട്ടാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ സൈഡും ഒന്ന് ഇളക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വളം ഇതെടുത്ത് ഇതിൻ്റെ സൈഡിലോട്ടിട്ട് കൊടുക്കുക. ഇതെല്ലാം പൊടിയായതുകൊണ്ട് നമുക്ക് ഇടാനും എളുപ്പമുണ്ട്. എന്നിട്ട് ബാക്കി അങ്ങ് മണ്ണിട്ട് മൂടുക. ഇനിയുണ്ട് കാര്യം. ഇതെല്ലാം നമ്മൾ കരികിലകൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. മുറ്റം തൂത്തുവാരുന്ന കരികിലയും പറമ്പിലെ കരികിലയും എല്ലാം ഇങ്ങനെ ഓരോ കൊച്ചു കൊച്ചു ചാക്കിലും ആക്കി വെക്കും. എന്നിട്ട് ഇതിൻ്റെ സൈഡിലോട്ട് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇലകൾ വിരിഞ്ഞു പോകാതിരിക്കാനും ഇവർക്ക് ഇങ്ങനൊരു ബൗണ്ടറി പോലെ ഇവിടെ നിൽക്കാനും ഒക്കെ നല്ലൊരു സാധനമാണ് നമ്മുടെ മണ്ണും കരികിലയും കൂടെയുള്ള പൊത. സോ നമ്മുടെ ഈ ക്യാബേജിന് നല്ല ഒരു ഫ്ലവർ വന്നു കഴിഞ്ഞു. ഇതാണ്ടേ, ഇനി നമുക്ക് ഇതിനെ കൂട്ടിക്കെട്ടി കൊടുക്കാം. ഇങ്ങനെ ഇത് അധികം വിരിഞ്ഞു പോകാതെ ഇരിക്കാനും പിന്നെ ഇതിനകത്തോട്ട് കുത്തി വെള്ളം വീഴാതെ ഇരിക്കാനും. ഇങ്ങനെ പിടിച്ചിട്ട് ഒരു വള്ളി എടുത്ത് നമുക്ക് ഇതിനെ ഒന്ന് അടുപ്പിച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് കെട്ടിക്കൊടുക്കാം. സോ ഇനി വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുത്തി ഒഴിച്ച് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കരുത്. ഈ സൈഡിൽ കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പുഴുക്കൾ ആരെങ്കിലും ഇവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുകയും വേണം. സോ ഇതാണ് എൻ്റെ ഒരു ക്യാബേജ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. ഇനി ഇത് ഉണ്ടാക്കിയ മിക്സ് ഓരോരുത്തർക്കായിട്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാം. എനിക്ക് ഈ ഏരിയയിലും കുറച്ച് പേരുണ്ട് മണ്ണി നിൽക്കുന്നത്, കോളിഫ്ലവറും ക്യാബേജും. ചട്ടിയിൽ നട്ട് കഴിഞ്ഞാലേ നമ്മൾ സമയാസമയം വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം ചട്ടിയിൽ നടുമ്പോൾ അവർക്ക് ആ ചട്ടിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇട്ട് കൊടുക്കുന്നതുമായ വളങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരങ്ങളിലാണെങ്കിലും നമുക്ക് നേരത്തെ തന്നെ വെള്ളം ഒഴിക്കണം. പക്ഷേ എൻ്റെ ജോലി എന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊരു ജോലിയല്ല. ഞാൻ മിക്ക ദിവസവും വൈകിട്ട് വീട്ടിൽ വരുമ്പം ഒരു 6:30-7 മണിയൊക്കെ ആകും. അപ്പോൾ ഇരുട്ടിക്കഴിഞ്ഞ് വന്ന് വെള്ളം ഒഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ്. കാരണം നമ്മുടെ ഇവിടെ പാമ്പുകളൊക്കെ നല്ല രീതിയിലുണ്ട്.
ഞാൻ ഉച്ചയ്ക്ക് ഒരു 2 hours ഇൻ്റർവെല്ലിൽ ഞാൻ വീട്ടിൽ വരും. ആ സമയമാണ് ഞാൻ വൈകിട്ടത്തെ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ എല്ലാ പച്ചക്കറികളെയും ഞാൻ നിലത്ത് തന്നെ നടാൻ പ്രിഫർ ചെയ്യുന്നത്. ചട്ടി നട്ട് കഴിഞ്ഞാൽ ഒരു നേരം വെള്ളം കൊടുത്തില്ലെങ്കിലോ അവരൊക്കെ വാടിപ്പോവും. അപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് വാടിപ്പോകുന്നത് ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ ചെടികളും നട്ടിരിക്കുന്നത് മണ്ണിൽ തന്നെയാണ്. മണ്ണാകുമ്പം മണ്ണിൽ നിന്നുള്ള വളവും വെള്ളവും ഒക്കെ ഒരു നേരം വെള്ളം ഒഴിച്ചില്ലെങ്കിലും അവരെ പിടിച്ചു നിർത്തിക്കോളും. ഇനി കുറച്ച് കരികളോടെ ഇട്ട് കൊടുക്കാം. ഇവരെ ഒന്ന് താങ്ങായിട്ട് ഞാൻ ഇങ്ങനെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു കമ്പുകളെല്ലാം എടുത്ത് വയ്ക്കും. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി ഇങ്ങനെ ഒരു താങ്ങ് കൊടുത്തങ്ങ് നിർത്തും. ഇതെൻ്റെ ഒരു ക്യാബേജ്, ഇത് കോളിഫ്ലവർ. ഇവിടെയുണ്ട്. മണ്ണൊക്കെ ഒന്ന് ഇളക്കി മാറ്റി നമ്മുടെ വളമിട്ട് കൊടുക്കാം. സോ ഇപ്പം നല്ല രീതിയിൽ പോലെയായി. ഇനി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. ഈർപ്പം നിൽക്കണം, അതാണ് നമ്മുടെ മെയിൻ എയിം. വെള്ളം കൂടിക്കിടക്കുകയല്ല, ഈർപ്പം മാത്രം നിന്നാൽ മതി. നമ്മുടെ ഈ ചെടിക്ക് ഇങ്ങോട്ടൊരു ചായ്വ്. അപ്പം നമുക്കിങ്ങനെ ഒരു കമ്പ് എടുത്തിട്ട്, ഇത് ഒരു കവലയുള്ള കമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ കുത്തി ഇവനൊരു സപ്പോർട്ട് കൊടുക്കാം. അവനവിടെ നേരെ നിന്നോളും. ഇങ്ങനെ ഈ ചെരിഞ്ഞ് നിൽക്കുന്നവർക്കൊക്കെ ഞാൻ ഇങ്ങനെ കമ്പ് കുത്തി കൊടുക്കാറുണ്ട്. ഇത് നേരത്തെ കുത്തി കൊടുത്തിരുന്ന ഒരു ഓലമടലിൻ്റെ മുകൾ പോർഷൻ. ഇത് ഇപ്പോൾ കൊടുത്ത സപ്പോർട്ട് ഒരു കമ്പ്. ഇനി ലാസ്റ്റ് ഇപ്പോഴത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നല്ല രീതിയിൽ നനച്ച് കൊടുക്കുക. യൂഷ്വലി ഞാൻ ഇങ്ങനെ നനച്ചും കൊടുക്കും. അതിൻ്റെ കൂടെ ഈ നടുക്കുള്ള ചാലിനകത്ത് കുറേ വെള്ളം അങ്ങ് ഫില്ല് ചെയ്തിട്ട് പോകും. അപ്പോൾ ഇവർക്കിങ്ങനെ കൂന കൂട്ടി പൊതയിട്ടാണല്ലോ നിൽക്കുന്നത്. അവിടെ കെട്ടിക്കിടക്കുകയില്ല, എന്നാൽ കുറേയേറെ നേരം തണുത്ത വെള്ളം ഇവിടെ കിടക്കും. പിന്നെ ഇപ്പോഴത്തെ ചൂടല്ലേ, ഇതൊക്കെ എത്ര പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നു.